Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chis Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 മെയ് 23 ശനിയാഴ്ച. ബഹ്റൈൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇറാൻ ആക്രമണങ്ങളെ ബഹ്റൈൻ പ്രതിരോധ സേനയും ഭരണകൂടവും നേരിട്ട രീതി അതീവ കാര്യക്ഷമതയോടെയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് അംബാസഡർ അലസ്റ്റെയർ ലോങ് പ്രശംസിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ വലിയ ആത്മവിശ്വാസം നൽകാൻ ബഹ്റൈന് സാധിച്ചതായി അദ്ദേഹം പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ബഹ്റൈൻ അധികൃതരിലുള്ള പൂർണ്ണ വിശ്വാസം കാരണം തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിടാൻ ബ്രിട്ടീഷ് എംബസി ആവശ്യപ്പെട്ടിരുന്നില്ല. ആക്രമണ സമയത്ത് 700-ലധികം ആക്രമണങ്ങൾ വിജയകരമായി തടഞ്ഞു നിർത്തിയ ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സിന്റെ നടപടി സമാനതകളില്ലാത്തതാണെന്ന് അംബാസഡർ വിശേഷിപ്പിച്ചു. UK ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ പിന്തുണ നൽകിയെങ്കിലും രാജ്യരക്ഷയിൽ സിംഹഭാഗം ഉത്തരവാദിത്തവും ബഹ്റൈൻ സൈന്യമാണ് നിർവഹിച്ചതെന്നും ഇതിൽ ജനങ്ങൾക്ക് ഏറെ അഭിമാനിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദോഹയിൽ സമാപിച്ച 4ാമത് GCC ഗെയിംസിൽ 63 മെഡലുകൾ നേടിക്കൊണ്ട് ബഹ്റൈൻ ചരിത്ര നേട്ടം കുറിച്ചു. 25 സ്വർണവും 22 വെള്ളിയും 16 വെങ്കലവും അടക്കം മെഡൽ പട്ടികയിൽ ബഹ്റൈൻ 3ാം സ്ഥാനം കരസ്ഥമാക്കി. മത്സരങ്ങൾ നടന്ന 15 കായിക ഇനങ്ങളിലും മികച്ച മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ ബഹ്റൈൻ അത്ലറ്റുകൾക്ക് സാധിച്ചു. ആതിഥേയരായ ഖത്തർ 134 മെഡലുകളോടെ ഒന്നാമതും സൗദി അറേബ്യ 82 മെഡലുകളോടെ രണ്ടാമതുമാണ് ഫിനിഷ് ചെയ്തത്. മെയ് 11 മുതൽ 22 വരെ നടന്ന ടൂർണമെന്റിൽ 6 GCC രാജ്യങ്ങളാണ് പങ്കെടുത്തത്. സർവീസ് വിപുലീകരണത്തിന്റെ ഭാഗമായി ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ തങ്ങളുടെ പുതിയ എയർബസ് A320 നിയോ വിമാനത്തെ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് സ്വാഗതം ചെയ്തു. പുതിയ വിമാനം കൂടി എത്തിയതോടെ ഗൾഫ് എയറിന്റെ ആകെ വിമാനങ്ങളുടെ എണ്ണം 45 ഉയർന്നു. മുൻ തലമുറ മോഡലുകളെ അപേക്ഷിച്ച് ഏകദേശം 15% വരെ കുറഞ്ഞ ഇന്ധന ഉപഭോഗം മാത്രമാണ് ഈ വിമാനത്തിനുള്ളത്. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനും ശബ്ദമലിനീകരണം പകുതിയോളം ഇല്ലാതാക്കാനും സഹായിക്കുന്ന പുതിയ വിമാനം കമ്പനിയുടെ സുസ്ഥിരതാ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നു. ഈ വർഷം അവസാനത്തോടെ കൂടുതൽ A320 നിയോ വിമാനങ്ങൾ എത്തിക്കാനാണ് ഗൾഫ് എയർ ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് മോഷണങ്ങൾ തടയുന്നതിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് പട്രോളിംഗും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കി ബഹ്റൈൻ അധികൃതർ. കുറ്റവാളികൾക്ക് നിയമപ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന ശക്തമായ താക്കീതും സുരക്ഷാ വിഭാഗം നൽകി. ആയുധം ഉപയോഗിച്ചുള്ള കവർച്ച, അതിക്രമിച്ച് കടയ്ക്കൽ, രാത്രികാലങ്ങളിലെ അക്രമം എന്നിവയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാം. വീടുകളിലെ സുരക്ഷ ഉറപ്പാക്കാൻ CCTVകൾ സ്ഥാപിക്കണമെന്നും യാത്രാ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്നും താമസക്കാർ അധികൃതർ അഭ്യർത്ഥിച്ചു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993.
ബഹ്റൈൻ്റെ പരമ്പരാഗത നാടോടി പൈതൃകം സംരക്ഷിക്കുന്നതിനായി അൽ ഹഹ്യ ബിയ എന്ന പേരിൽ പുതിയ സാംസ്കാരിക പരിപാടി പ്രഖ്യാപിച്ച് ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആൻറ്റിക്വിറ്റീസ്. മെയ് 25-ന് മുഹറക്കിലെ ഖലാത് ബു മാഹിർ ബീച്ചിൽ വച്ചാണ് പരിപാടി നടക്കുക. പരമ്പരാഗത സംഗീതം, നാടോടി ആചാരങ്ങൾ, കഥപറച്ചിൽ എന്നിവ കോർത്തിണക്കിയുള്ള വിപുലമായ പൈതൃക ഉത്സവമാണ് കുടുംബങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത പരമ്പരാഗത കഥാകാരൻ ബാബ യാസിൻ നയിക്കുന്ന കഥപറച്ചിൽ സെഷനുകൾ പരിപാടിയുടെ പ്രധാന ആകർഷണമായി. ബഹ്റൈൻ്റെ കടൽത്തീര പൈതൃകവും കടലുമായി ജനങ്ങൾക്കുള്ള ചരിത്രപരമായ ബന്ധവും വിവരിക്കുന്ന കഥകളാണ് അദ്ദേഹം പങ്കുവയ്ക്കുക. ഇതോടൊപ്പം അറഫ ദിനത്തോടും ഈദുൽ അദ്ഹയോടും അനുബന്ധിച്ചുള്ള ആത്മീയവും സാമൂഹികവുമായ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പരമ്പരാഗത ഗാനങ്ങളും പരിപാടികളും ഇതിൻ്റെ ഭാഗമായി അരങ്ങേറും. ബഹ്റൈനിലുണ്ടായ ഗുരുതരമായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിനിയും 54 വയസ്സുകാരിയുമായ സുബ്ബലക്ഷ്മി അമ്മ ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങി. സാമൂഹിക പ്രവർത്തകർ, ഇന്ത്യൻ എംബസി, ആശുപത്രി അധികൃതർ എന്നിവരുടെ കൂട്ടായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇവരെ ചെന്നൈ വഴി ആന്ധ്രയിലേക്ക് കൊണ്ടുപോയത്. 2025 ഒക്ടോബറിലുണ്ടായ അപകടത്തെ തുടർന്ന് ഗുരുതരമായ നാഡീസംബന്ധമായ ആഘാതം സംഭവിച്ച ഇവർക്ക് ആശയവിനിമയ ശേഷി നഷ്ടപ്പെട്ടിരുന്നു. പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ ഭാരവാഹികളായ സുധീർ തിരുനിലത്ത്, സ്പന്ദന കിഷോർ, ഫൈസൽ പട്ടാണ്ടി, സാബു ചിറമൽ, ഗംഗാധര റാവു എന്നിവരുടെ നേതൃത്വത്തിലാണ് യാത്രാ നടപടികൾ പൂർത്തിയാക്കിയത്. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ്, മുഹറക്ക് ജെറിയാട്രിക് ഹോസ്പിറ്റൽ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ഈ കാരുണ്യ പ്രവർത്തനം നടന്നത്. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.